ഇന്ത്യ നമ്മുടെ രാജ്യത്തിന് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബട്ട് അറ്റ് ദ സെയിം ടൈം ലോ കോസ്റ്റിംഗ് വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇപ്പം പറയാൻ കാരണം ഇറാൻ. യെസ്, ഇറാൻ എന്ന രാജ്യം ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡ്സ് ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പം ആ ലിസ്റ്റിനകത്ത് ആദ്യത്തെ 10 സ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ ഇടം നേടിയിരിക്കുകയാണ്. റൈറ്റ് നൗ ഇന്ത്യയിൽ കൂടുതൽ എത്തുന്നതും ഇമ്പോർട്ട് ആയിട്ടുള്ള ഹിയറിംഗ് എയ്ഡുകളാണ്. ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് കുറച്ചുണ്ടെങ്കിലും അത് അത്രയും പോപ്പുലർ അല്ലാത്ത, അത്രയും മാർക്കറ്റിംഗ് ഇല്ലാത്ത, ടെക്നോളജിക്കലി അത്രയും അഡ്വാൻസ്മെന്റുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ഉണ്ട് ഹിയറിംഗ് എയ്ഡ്സിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യം എത്രത്തോളം ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എത്രത്തോളം ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും ആ ഒരു ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയും ആ ഒരു എക്കണോമി ഓഫ് സ്കെയിലും കാര്യങ്ങളൊക്കെ നമുക്കുള്ളപ്പോൾ ഇറാന് പറ്റിയെങ്കിൽ വൈ കാൻറ്റ് വി? റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസോ സർവേസോ ഇല്ല എങ്കിൽ പോലും 2002 NSSO നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് അവർ നടത്തിയ ആ ഒരു സർവേയിൽ രാജ്യത്ത് 6% ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ടാറ്റ എന്ന കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ആ ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവന്ന പോലെ ഹിയറിംഗ് എയ്ഡ്സിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.